മമ്മൂട്ടിയുടെ മകൻ പ്രധാന താരമാകുന്ന സെക്കൻഡ് ഷോയുടെ അവസാനഘട്ട ചിത്രീകരണം കൊച്ചിയിൽ നടന്നു. നവാഗത സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രൻ ഒരുപിടി പുതുമുഖങ്ങളെ അണിനിരത്തി ഒരുക്കുന്ന ചിത്രത്തിൽ കരുത്തുറ്റ ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തു ജോലിയും ചെയ്യാൻ തയ്യാറുള്ള ഗ്രാമീണനായ ലാലു എന്ന യുവാവിന്റെ വേഷമാണ് സെക്കൻഡ് ഷോയിൽ ദുൽഖർ സൽമാന്റേത്. പ്രണയത്തിന്റെയും പകയുടെയും കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിൽ ദുൽഖറിന്റെ പ്രകടനം തൃപ്തികരമാണെന്ന് സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രൻ പറഞ്ഞു. ഈ സിനിമ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പം ഒരു ന്യൂ ഫേസിനെ വെച്ചിട്ട് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അപ്പം സ്ക്രിപ്റ്റിന് അതായിരുന്നു റിക്വയർമെൻറ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് ആര് എന്നുള്ളൊരു ചോദ്യത്തിൽ ഞങ്ങൾ കുറേ തപ്പി നടന്നു ആക്ടേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനൊരു സജഷൻ വന്നത്. അത് പ്രൊഡ്യൂസേഴ്സ് ആയി കഴിഞ്ഞു. AOPL എന്ന് പറയുന്ന കമ്പനി ആക്ച്വലി വാസ് വില്ലിംഗ് ടു പ്രൊഡ്യൂസ് ദിസ് മൂവി വിത്ത് ഫ്രഷേഴ്സ്. ആൻഡ് അങ്ങനെയൊരു അവസരത്തിൽ ആര് എന്നുള്ളൊരു ചർച്ചയിൽ ഞങ്ങൾ പല ഫേസസും നമ്മൾ പ്രൊഫൈൽസ് സെലക്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴോ ഒരു വാക്ക് വീണു, എന്തുകൊണ്ട് ദുൽഖറിനെ ആയിക്കൂടാ എന്നുള്ളൊരു സംഭവം. അങ്ങനെ അത് ക്ലിക്കായി. ആ ഐഡിയ വർക്ക്ഡ്. വി അപ്രോച്ച് മമ്മൂക്ക. അപ്പോൾ സാർ വാസ് ബിസി ആസ് യൂഷ്വൽ. ഹി ഈസ് ബിസി. അപ്പോൾ സാറ് പറഞ്ഞ ഡയലോഗ് ഇതാണ്, അതായത് എനിക്ക് എൻ്റെ കഥ കേൾക്കാൻ വരെ സമയമില്ല, അപ്പോഴാണോ മകൻ്റെ കഥ കേൾക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ കൗണ്ടർ പറഞ്ഞു, അതായത് എന്നാൽ പിന്നെ മകൻ്റെ അടുത്ത് ഞങ്ങൾ കഥ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. സോ ഹി വാസ് വില്ലിങ്. അങ്ങനെ പുള്ളി ഞങ്ങളൊരു കാലിക്കറ്റിൽ വെച്ചിട്ട് ദുൽഖറിനെ മീറ്റ് ചെയ്യും. അതേമാതിരി തന്നെ അവിടുന്ന് കഥ പറയുകയായിരുന്നു. അപ്പോൾ ആ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഹീസ് ഹിയർ ആക്ടിങ് ഫോർ അവർ ഫിലിം. റൈറ്റ് നൗ ഞങ്ങളുടെ മൂവിക്ക് വേണ്ടിയിട്ട് ഈസ് ഗിവിങ് ഹിസ് ബെസ്റ്റ്. അടുത്ത ഫിലിം എന്താവും കാര്യങ്ങളൊന്നും ആയിടൊന്നു. പക്ഷെ സ്റ്റിൽ ഈസ് എ ഗുഡ് ആക്ടർ, ഈസ് എ ഗുഡ് ലേണർ. സിബി മലയിൽ സംവിധാനം ചെയ്ത വയലിൻ നിർമ്മിച്ച AOPL എന്റർടൈൻമെന്റ് എന്ന നിർമ്മാണ കമ്പനിയാണ് സെക്കൻഡ് ഷോയുടെയും നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. പുതുമുഖം ഗൗതമി നായരാണ് ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ നായികയായി എത്തുന്നത്. 53-കാരനായ ചാവേർ വാവച്ചന്റെ വേഷത്തിലും 23-കാരനായ ചാവേർ അന്തോണിയുടെ വേഷത്തിലും ബാബുരാജ് ഇരട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകതയും സെക്കൻഡ് ഷോയ്ക്കുണ്ട്. ബോളിവുഡ് താരം സുദേശ് ബേലി മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം കുറിക്കുകയാണ് സെക്കൻഡ് ഷോയിലൂടെ. ഇവർക്ക് പുറമെ രോഹിണി, നൂറ, കുഞ്ചൻ, സണ്ണി തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിടുന്നു. സുധീഷ് പപ്പുവാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ. അവിയൽ റോക്ക് ബാൻഡാണ് സെക്കൻഡ് ഷോയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ഈ മാസം 21-ന് ചിത്രീകരണം പൂർത്തിയാകുന്ന സെക്കൻഡ് ഷോ ജനുവരിയിൽ തിയേറ്ററുകളിലെത്തും. റിപ്പോർട്ടർ, കൊച്ചി.